ഈ ടോണി അച്ചായൻ ലൂപ്പ് തീരുന്നൊരു ലക്ഷണമില്ല. ഞാൻ ആദ്യമേ പറയുന്നു, ഈ ഒരു കോണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വേറൊരു വീഡിയോ ഇടുമ്പോൾ അത് വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ രാവിലെ നോക്കുമ്പോണ്ട് ടോണി അച്ചായൻ ഞാൻ ചാരിറ്റി നിർത്തുക, ഞാൻ ചാരിറ്റി ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാം. നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയിലൂടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അച്ചായനോട് ചാരിറ്റി നിർത്താൻ ഞാൻ പറഞ്ഞിട്ടില്ല, ചാരിറ്റിയിലെ ക്ലാരിറ്റിയെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അച്ചായന് ക്ലാരിറ്റി തരാൻ വയ്യ. അപ്പം അതിലും നല്ലതെന്താ, ചാരിറ്റി നിർത്തുക എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് നാട്ടുകാരൊപ്പം വേണമെന്ന് പറഞ്ഞ് നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇമോഷണൽ ഡ്രാമയും കൂടിയും കളിച്ച സീക്രട്ട് ഏജൻറ്റ് ചെണ്ടയാണല്ലോ. വഴിയിൽ നിന്ന് പോണവനും വരുവാനൊക്കെ തല്ലിയിട്ട് പോവാൻ. ഞാൻ നോക്കുമ്പോൾ സത്യബാമ്മയൊക്കെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് വെളുക്കുന്നുണ്ട്. ഈ അച്ചായനെ സ്നേഹിക്കുന്ന അച്ചായൻ പ്രേമികളും അച്ചായൻ തീറ്റ കൊടുത്ത് വളർത്തുന്ന PR മക്കളൊക്കെ, നിങ്ങളൊക്കെ ഈ സത്യഭാമേനെ പോലുള്ളവരെ പോയിട്ട് വലിയ സംഭവമാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിലെ ഏറ്റവും നല്ല കലാകാരനായ നമ്മളെ മണിച്ചേട്ടൻ്റെ ബ്രദറായ വ്യക്തിയെ രാമകൃഷ്ണൻ സാറിനെ നിറം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കലയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച് വിട്ട മുതലാണ്. നിങ്ങൾ എന്നെ ചീത്ത പറയാനോ അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് ഇല്ലാതാക്കാനും വേണ്ടി സത്യഭാമേനെ ഒളിപ്പിക്കാൻ നടക്കരുത്. അതത്ര നല്ലതല്ല കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം എന്താ പറയുക, ഇത് വിഷമാണ്, സർട്ടിഫൈഡ് പോയ്സണാണ്. ചുമ്മാ അതിനൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെക്കില്ലേ. നിങ്ങൾ വേണമെങ്കിൽ അച്ചായനാണെങ്കിൽ ഒളിപ്പിച്ചു, പക്ഷെ ഇമ്മാതി സർട്ടിഫൈഡ് വിഷങ്ങളെ നിങ്ങൾ കളിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു സംഗതി പറയാനുണ്ട്. സത്യഭാമയിലേക്ക് വരാം. അതിനു മുമ്പ് അച്ചായനോട് ഞാൻ ചാരിറ്റി നിർത്താൻ പറഞ്ഞിട്ടില്ല, ചാരിറ്റി കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. എങ്ങനെ? ക്ലാരിറ്റിയിൽ. ഒരു വീട്, ആ വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ച സർക്കാരിൻ്റെ വീട് ഇങ്ങനെ പണി തീർത്തു കൊടുത്തതാണ്. അതിങ്ങനെ പറയുന്നില്ല. എഗെയിൻ ഞാൻ പറയുന്നു, ഇങ്ങനെ വായുന്നത് വരുന്നില്ല. 4 ലക്ഷം രൂപ മുടക്കി അത് എൻ്റെ വീടാന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇത് എൻ്റെ ടയറാടോ എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലുണ്ടല്ലോ പുലിവാൽ കല്യാണത്തിൽ, അതുപോലെ ഇത് എൻ്റെ വീടാടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അച്ചായൻ ഈഗോ കുറച്ചൊന്ന് താന്ന് വാ, അടിക്ക് വാ. പിന്നെ 39 വീടിൻ്റെ കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 40 വീട് വെച്ച് കൊടുത്തു എന്നാണല്ലോ അച്ചായൻ പറയുന്നത്. അച്ചായൻ 39 വീട് എവിടെ? ആ കണക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ചാരിറ്റി നിർത്തി നാട്ടുകാരെ കൂട്ടുന്നിട്ട് നാട്ടുകാരെ ഓടി വരി, ഞാൻ ചാരിറ്റി നിർത്തുകയാണ്, എന്നെ ഇനി നിങ്ങൾ വേണം സീക്രട്ട് ഏജൻറ്റിനെ പോയി. ഇതെന്താ അറിയോ, സൈബർ അറ്റാക്കിന് സീക്രട്ട് ഏജൻറ്റിന് ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് ഈ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ടും കണ്ടിട്ടും കുറേ എണ്ണം വന്നിട്ട് സീക്രട്ട് ഏജൻറ്റിനെ തീർക്കും, സീക്രട്ട് ഏജൻറ്റിനെ ഇല്ലാതാക്കും, വീട്ടിൽ കയറി അടിക്കും. എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ 2 രോമണ്ണീച്ചങ്ങോട്ട് ഓടി അപ്പുറത്തെ പറമ്പ് കൂടി. എന്തോ നടയത്. സൈബർ ബുള്ളിങ് കിട്ടുന്ന ആർക്കാന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അച്ചായൻ വന്ന് ഇന്ന് കരയുന്നു, എനിക്ക് സൈബർ ബുള്ളിങ് കിട്ടുന്നു, എന്നെ ഭീഷണിപ്പെടുന്നു. അങ്ങനെ ഒരാൾ അച്ചായനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക അച്ചായോ. മനസ്സിലായോ? അത് വേണം ചെയ്യാൻ. ടോണിക്ക് ഭീഷണി വരുന്നുണ്ടെങ്കിൽ ടോണി പോയി കേസ് കൊടുക്കണം. ഞാൻ ടോണിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ക്ലാരിറ്റിയെ ചോദിച്ചിട്ടുള്ളൂ. ടോണിക്ക് 39 വീടിൻ്റെ ക്ലാരിറ്റി തരാൻ പറ്റുമോ? ടോണി ചെയ്തോ. ആ 39 വീടിൻ്റെ ക്ലാരിറ്റി വരുമ്പോൾ സ്വന്തം വീട് എന്ന് പറയേണ്ട ഒരവസ്ഥ എങ്ങനെയാണ് വരിക? സ്വന്തമായി സ്ഥലം മേടിച്ച് അതിൻ്റെ മുകളിൽ തറ കെട്ടി അതിൻ്റെ മുകളിലൊരു വീട് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അത് സ്വന്തമായി പണിത് വീട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ടോണി ലൈഫിൽ കിടക്കുന്ന വീടിൻ്റെ പകുതി പണി കഴിഞ്ഞ വീടിന് പോയിട്ട് 4 ലക്ഷം 5 ലക്ഷം ചിലവാക്കി അത് എൻ്റെ വീടാന്ന് പറഞ്ഞ് നടക്കരുത്. കഴിഞ്ഞേ ഈ 40 വെച്ചതിൽ ഒന്ന് ചെയ്തല്ലോ, 31ാമത്തെ വീട് അങ്ങനെയാണല്ലോ ചെയ്തത്. അതാണല്ലോ ഇപ്പോൾ കോൺട്രവേഴ്സി ആയത്. അതുപോലെ ആവരുത് ബാക്കി 39 ടോണി. അപ്പം ഇത് ടോണിക്ക് ക്ലാരിറ്റി തരാൻ വയ്യ എന്നുള്ളത് കൊണ്ട് ടോണി നൈസായിട്ട് സ്കിപ്പായി. ചാരിറ്റി നിർത്തുക എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ ഹെൽപ്പ് വേണം, ഇനി മുന്നോട്ട് പോകാൻ നാട്ടുകാർ സഹായിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെൻ്റെ കൂടെ വേണം. എൻ്റെ ടോണി നല്ല അഭിനയം. ഏതെങ്കിലും ഇത് ഷാറൂഖ് ഖാനാക്കടാ, ഇല്ലെങ്കിൽ മോഹൻലാലാക്ക അവനെ. നന്നായി അഭിനയിക്കുന്നുണ്ട്. ടോണിയുടെ ബാക്കി കുൽസിതങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുത്. ടോണീൻ്റെ പ്ലക്കൊക്കെ ഏറെക്കുറെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കറങ്ങി നടക്കുന്നുണ്ട്, യൂട്യൂബിലും കറങ്ങി നടക്കുന്നുണ്ട്.
ടോണിയെക്കുറിച്ച് ആദ്യം വീഡിയോ ഇട്ട വ്യക്തി ഞാനാണല്ലോ. എൻ്റെ കയ്യിൽ ടോണിയുടെ എത്ര പ്ലക്ക് ഉണ്ട് എന്നുള്ളത് ടോണിക്ക് അറിയാഞ്ഞിട്ടാ. ഞാനെന്താ പറയുക, എനിക്ക് ആ രീതിക്ക് പോകാൻ താല്പര്യമില്ല. ഞാനിവിടെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് ആദ്യം മുതലേ വീഡിയോ ഇടുന്നത്. ഇപ്പോഴും ഞാൻ അതേ ലൈനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ഡീവിയേറ്റ് ചെയ്യും എനിക്കെതിരെ ഭീഷണി വന്നാൽ, എന്നെ ഭീഷണിപ്പെടുത്തിയാൽ. മനസ്സിലായോ? അത് ടോണി ശരിക്കും മനസ്സിലാക്കുക. അച്ചായൻ ആ കാര്യമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ച അച്ചായൻ ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, വളരെ മാന്യമായിട്ട് ഞാൻ വെച്ചു കൊടുത്ത വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പണി തീരാത്ത വീടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം ഞാൻ മുടക്കി. അങ്ങനെ ലൈഫ് പദ്ധതിയുടെ വീട് ഞാൻ പണി തീർത്തു കൊടുത്തു. സർക്കാരിൻ്റെ ഭാഗമായിട്ട് ആ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 6 ലക്ഷം രൂപയോളം അവിടെ വന്നിട്ടുണ്ട്. ബാക്കി 4 ലക്ഷം ഞാൻ കൊടുത്തു. മാന്യതയാണ്, പറഞ്ഞിട്ട് പോകണം മിസ്റ്റർ. അത് ചെയ്യാത്തടത്തോളം കാലം ടോണി ഇങ്ങനെ കരഞ്ഞ് നടക്കേണ്ടി വരും ടോണി. പിന്നെ പ്രശ്നങ്ങളാവും ടോണി. ഇതിൻ്റെ ബാക്കിലുള്ള എങ്ങനെ ഇത്ര ചാരിറ്റി ചെയ്യാനുള്ള ഫണ്ട് എവിടുന്ന് വരുന്നു, പഴയ സ്വർണ്ണം എടുക്കുന്നത് എങ്ങനെ, പിന്നെ IT ED എന്നൊക്കെ പറഞ്ഞിട്ട് ബിനാമി. ടോണിക്ക് ഭയങ്കര സീനാവും അതൊക്കെ. അതുകൊണ്ട് ടോണി തൽക്കാലം എന്ത് ചെയ്യും, ഞാൻ ആ ഗ്രാവിറ്റിക്കൊന്നും വീഡിയോ കൊണ്ടുപോകുന്നില്ല. കാരണം എനിക്ക് ഇയാൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ നാലാക്ക് നന്മ കിട്ടിക്കോട്ടെ എന്നുള്ള ലൈനൊന്നുമല്ല. ടോണി ഇതിനൊരു കൃത്യമായ മറുപടി തരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ചാരിറ്റിയുടെ മറവിൽ നടക്കുന്ന ബാക്കി കുൽസിത പരിപാടികളൊക്കെ വഴിയെ ഓക്കെ. എന്തായാലും ഞാൻ ആ ലൈനിൽ പോകാത്തോടത്തോളം ടോണി സേഫാണ്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ പോയി കണ്ടോ. ഇനി ടോണി അച്ചായൻ്റെ ക്ലാരിറ്റി വരുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ചാരിറ്റി നിർത്തിയെന്നാണ് പറയുന്നത്. ക്ലാരിറ്റി ചോദിച്ചാൽ ചാരിറ്റി നിർത്തുക. കൊള്ള ടോണിയുടെ കളികൾ. ഇനി ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ചേട്ടാ, ആ പൊതിച്ചോറ് ചേച്ചി, ആ ചേച്ചിയുടെ വീഡിയോ ചേട്ടൻ ചെയ്തപ്പോൾ അതിനകത്ത് ആ ചേച്ചിയുടെ ഒരു കുടുംബക്കാരൻ അവർക്ക് ക്യാൻസർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരിപ്പോൾ ഫോക്കസ് TV എന്ന് പറഞ്ഞുള്ളൊരു ചാനൽ, ഫോക്കസ് ന്യൂസ് എന്ന് പറഞ്ഞുള്ളൊരു ചാനലിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ അതിനകത്ത് ഒറ്റ ഒരു പേപ്പറാണ് അവർ കാണിക്കുന്നത്. ഒരു പേപ്പർ, ഒരു ഫോം ആണ് അവർ കാണിക്കുന്നത്. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫോമാണ്, അല്ലാതെ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും എവിടെയില്ല. ഓക്കെ, പിന്നെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് അവർ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കും, മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുമെന്ന് പറയുന്നത്. കേസൊന്നും കാണാത്തവനല്ല ഞാൻ. ഓക്കെ, കേസൊക്കെ വന്ന് അതെങ്ങനെ ഫേസ് ചെയ്യണം, ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ്, ചെയ്ത് ശീലമുള്ള ഒരാളുമാണ്. അതുകൊണ്ട് അവർ കേസ് കൊടുത്താലും ഐ ഡോണ്ട് കെയർ. പിന്നെ കേസ് കൊടുക്കാൻ ഒപ്പം നിൽക്കുന്നത് സത്യഭാമയായതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. സത്യഭാമയും കൊടുത്തോ, ചേച്ചിയും കൊടുത്തോ, ചേച്ചി പെടും. കാരണം എന്താ അറിയോ, ഈ കേസ് കൊടുക്കുന്ന ആളുകൾ കൃത്യമായി അവരുടെ റെക്കോർഡുകൾ കൊണ്ടുവന്ന് വെക്കണം. അസുഖത്തിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ വയ്ക്കാൻ പറ്റണം. ഞാൻ എഗെയിൻ പറയുന്നു, ക്ലാരിറ്റി വേണം ഇവിടെ. ചാരിറ്റി ആണോ, ക്ലാരിറ്റി വേണം. മനസ്സിലായില്ല? ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആർക്കെപ്പോൾ വേണം വരാം. ജെന്യുവിൻ ആയിരിക്കണം. ജെന്യുവിൻ ആണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടാൻ ഒന്ന് നമ്മളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കൺവേ ചെയ്യണം. അസുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്താൻ പറ്റണം. അല്ലെങ്കിൽ അത് കൃത്യമായി നമ്മളെ സഹായിക്കുന്നവരോടടുത്ത് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെയല്ലേ ക്ലാരിറ്റി വരുന്നത്. ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അസുഖം ഉണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് കേസ് കൊടുക്കാം. കേസ് കൊടുത്താൽ എനിക്കത് ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ അറിയോ, നാളെ ഇവരൊക്കെ ഇതിനുള്ള ക്ലാരിറ്റി കൊണ്ടുവരുമല്ലോ ആ സ്റ്റേഷൻ്റെ അകത്ത്, അല്ലെങ്കിൽ ആ കേസിൽ ഇവർ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അത് നല്ലതാണ്. സത്യഭാമയാണെങ്കിലും ചേച്ചിയാണെങ്കിലും നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഐ ഡോണ്ട് കെയർ. ഇനി ഈ ചേച്ചിയുടെ ഒരു വീഡിയോ, അതായത് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ ചേച്ചിയുടെ വീഡിയോ ട്രോൾ കോട്ടയം എന്ന് പറഞ്ഞൊരു പേജിൽ വന്നിട്ടുണ്ടായിരുന്നു. മിഷൻ്റെ വീട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണ്, ബാക്കി 39 വീടിൻ്റെ കണക്കും അല്ലെങ്കിൽ 39 വീടൊന്ന് കാണിച്ചതാണ്. ഒന്ന് അറിയട്ടെ, അതും ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണോ അതോ സ്വന്തം നിലം വാങ്ങി അതിനകത്ത് വീട് വെച്ച് നിങ്ങൾ തന്നെ കൊടുത്തതാണെന്നുള്ളത് ഒന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അല്ലാതെ നിങ്ങൾ ചാരിറ്റി നിർത്തിപ്പോവല്ലേ. പിന്നെ ചാരിറ്റി ചെയ്യുമ്പോൾ അച്ചായനോട് ക്ലാരിറ്റി ചെയ്യും. മനസ്സിലായോ? ചുമ്മാ ചാടിക്കയറി ചെന്നിട്ട് റീൽസ് എടുക്കാനുള്ള ആംബിയൻസ് ഉണ്ടോ, അവർ കരയുമോ,
ബീജിയുടെ പെടാൻ പറ്റുമോ? പൊളിഞ്ഞ വീട്ടിലാണോ നിൽക്കുന്നത്? നോ, അങ്ങനെയല്ല. ശരിക്കും അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. നിങ്ങൾ നല്ല കാര്യം അവരിലേക്ക് എത്തിക്കേ, അല്ല നിങ്ങൾ നിർത്തി പോകരുത് ഒരിക്കലും. അച്ചായ നിർത്തി പോകുന്നതിൻ്റെ എനിക്ക് താല്പര്യമില്ല. അച്ചായ എന്താണ് ചാരിറ്റി ചെയ്യണം, തുടരണം, ക്ലാരിറ്റിയിൽ തുടരണം. ഓക്കെ, ക്ലാരിറ്റി തുടരുക എന്ന് പറയുമ്പോൾ ചാരിറ്റീനിടയിൽ പ്ലക്കൽ സംഭവിക്കില്ല. ആ പ്ലക്കൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ആ ചായം പെടും.